സിംഹവും കൊതുകുകളും. ഒരു ദിവസം കുറ്റിച്ചെടികളുടെ മറവിൽ കിടക്കുകയായിരുന്ന സിംഹം കോട്ടുവായിട്ട് മൂരി നിവർന്ന് ഇങ്ങനെ പറഞ്ഞു: ദൈവത്തിനു നന്ദി, നല്ല ശക്തനായതുകൊണ്ട് ഈ ഭൂമിയിൽ ആരെയും ഞാൻ പേടിക്കേണ്ടതില്ല. ഞാൻ ഈ നശിച്ച കൊതുകുകളെ പോലെയല്ല. ഇവർക്ക് എല്ലാവരെയും പേടിയാണ്. കാരണം ആർക്കു വേണമെങ്കിലും ഇവരെ ഒറ്റയടിക്ക് കൊല്ലാം. കൊതുകുകൾ അത് കേട്ടു. അവരെക്കുറിച്ച് അത്ര മോശമായ സിംഹം സംസാരിച്ചതിൽ അവർക്ക് ദേഷ്യം തോന്നി. നീ ശക്തനായതുകൊണ്ട് ആർക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് വിചാരിക്കേണ്ട സിംഹമേ, ഒരു കൊതുക് പറഞ്ഞു. ഞങ്ങൾ ചെറിയവരാണെന്നത് സത്യം തന്നെ. എന്നാലും നിന്നെ തോൽപ്പിക്കാൻ ഞങ്ങൾ മതി. ഛീ, ശബ്ദിക്കരുത്, സിംഹം കോപത്തോടെ ഗർജിച്ചു. സൂക്ഷിച്ച് സംസാരിക്കണം. എൻ്റെ ഒരു കൈ കൊണ്ട് നിങ്ങളെ എല്ലാവരെയും അരച്ചു കളയും ഞാൻ. കൊതുകുകൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ഇത്. അവരുടെ നേതാവ് പറഞ്ഞു: സുഹൃത്തുക്കളെ, വരുവിൻ, നമുക്ക് ഈ സിംഹത്തെ ഒരു പാഠം പഠിപ്പിക്കാം. മരിക്കുന്നത് വരെ ഇനി സിംഹം നമ്മളെ കളിയാക്കാൻ ധൈര്യപ്പെടരുത്. കൊതുകുകൾ എല്ലാവരും കൂടി സിംഹത്തിൻ്റെ നേർക്ക് പാഞ്ഞു ചെന്നു. സിംഹത്തിന് തുരുതുരെ കടിക്കാൻ തുടങ്ങി. സിംഹം വാലിട്ടടിച്ചു. അവരെ ഒരു കൈ പൊക്കി അടിച്ചു വീഴ്ത്തി. നിലത്ത് വീണുരുണ്ട് അവരെ ചതച്ചു, പല്ല് കടിച്ചു. എന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. കുറച്ച് കൊതുകുകൾ ചത്തു. പക്ഷേ അവ കൂട്ടം കൂട്ടമായി വീണ്ടും സിംഹത്തിനെ പൊതിഞ്ഞു. സിംഹം ഉയരത്തിൽ ചാടുകയും കുറ്റിച്ചെടിയെ ചുറ്റി ഓടുകയും ഒക്കെ ചെയ്തു. പക്ഷേ കൊതുകുകൾ പിന്തുടർന്ന് കടിച്ചു വിട്ടു. അവസാനം അവരെ എതിർത്തു ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സിംഹം അവരോട് കേണപേക്ഷിച്ചു: ദയവ് ചെയ്ത് നിർത്തൂ, എന്നെ വെറുതെ വിടൂ. ഞാൻ നിങ്ങളെ കളിയാക്കിയതല്ല, സത്യമായുമല്ല. ദൈവത്തെ വിചാരിച്ച് എന്നോട് ദയവ് കാട്ടുക. കൊതുകുകൾ സിംഹത്തെ വിട്ട് ഒരു വലിയ മേഘം പോലെ ആകാശത്തേക്ക് ഉയർന്നു പൊന്തി. പറന്നു പോകുന്നതിന് മുമ്പ് അവർ ഇത്രയും പറഞ്ഞു: സിംഹമേ, ഇനി നീ നിൻ്റെ ശക്തിയെക്കുറിച്ചോ ബുദ്ധിയെക്കുറിച്ചോ ഒരിക്കലും പൊങ്ങച്ചം പറഞ്ഞേക്കരുത്.